وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും മതമാണ് ശരിയെന്ന വിഷയത്തിലൂന്നി അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി വാക്കുകൾക്ക് തിരശ്ശീലയിടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സ്വാതന്ത്ര്യവും മറ്റൊന്ന് സുരക്ഷിതത്വവും. ഈ രണ്ട് ആവശ്യങ്ങളെയും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിക്കാനും കഴിയുന്ന ഒരു ജീവിത രീതി മതം നൽകുന്നുണ്ടോ എന്നുള്ള ചോദ്യം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം നൽകുന്ന മറുപടി. സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം മറ്റൊരുത്തൻ്റെ സുരക്ഷിതത്വത്തിന് ദോഷമായി ബാധിക്കുമ്പോൾ അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നില്ല. വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇസ്ലാം പ്രോത്സാഹനങ്ങളേറെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് അതിരുകളുള്ള സ്വാതന്ത്ര്യമാണ്. എന്തെന്ന് വെച്ചാൽ എൻ്റെ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് നശിക്കാൻ പാടില്ല. എൻ്റെ സ്വാതന്ത്ര്യം കൊണ്ട് എൻ്റെ സഹോദരൻ്റെ സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും തകരാൻ പാടില്ല. ഇങ്ങനെയുള്ള ഏതേത് കാര്യം പ്രവർത്തിക്കുവാനും ഇസ്ലാം അനുവാദം കൊടുത്തിട്ടുണ്ട്. വസ്ത്രമില്ലാതെ ധരിക്കൽ ഒരാളുടെ ജീവിക്കൽ ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യത്തെ ആര് അംഗീകരിക്കുന്നുവോ അവനിക്ക് പിന്നീട് സംഭവിക്കുന്നത് പീഡനമായിരിക്കും, അക്രമമായിരിക്കും. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈ വസ്ത്രമേ നിങ്ങൾ ധരിക്കാൻ പാടുള്ളൂ, ഈ റൂട്ടിലൂടെ മാത്രമേ നിങ്ങൾ സഞ്ചരിക്കാൻ പാടുള്ളൂ, ഇതാണ് നേരായ പാത എന്ന് നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ ഇതൊരു സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് സുന്ദരമായ സ്വാതന്ത്ര്യത്തെ, സുരക്ഷിതമായ ജീവിതത്തെ കെട്ടിപ്പടുത്ത് തരികയാണ് നമുക്ക് ചെയ്യുന്നത്. ഒരു വിശ്വാസിക്ക് അതല്ലെങ്കിൽ ഒരു മനുഷ്യനിക്ക് ഏത് വിധത്തിലുള്ള ആശയങ്ങളെയും മതത്തെയും അംഗീകരിക്കുവാൻ ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല. റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ട്രാഫിക് നിയമങ്ങളെ നമ്മുടെ യാത്രയ്ക്ക് പ്രയാസപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് അങ്ങോട്ടുള്ള യാത്ര ധാരാളം സഞ്ചരിക്കേണ്ടതുണ്ട്. അപകടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്, ബ്ലോക്കുകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഒരു മതം നൽകുന്ന നിയമങ്ങൾ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും സ്വതന്ത്രനാക്കുകയും സുരക്ഷിതമാക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ അവൻ്റെ അവകാശങ്ങളും അവൻ്റെ സ്വാതന്ത്ര്യങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ജീവിത രീതിയാണ് മതം നൽകുന്നത്. എന്നാൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ ശരീരം എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ കുത്തകകൾക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ മദ്യവും മയക്കുമരുന്നും അവിടെ ചൂതാട്ടങ്ങളും, എന്തിനേറെ പറയണം, ഒരു സെക്കൻഡ് സമയം സുഖത്തിന് വേണ്ടിയിട്ട് ഇതാണ് സ്വാതന്ത്ര്യം, ഇതാണ് സുരക്ഷിതത്വം എന്ന് പറഞ്ഞുകൊണ്ട് താൻ ജീവിക്കുന്ന മതത്തെ വെടിഞ്ഞുകൊണ്ട് ഈ രീതിയിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് ഇസ്ലാം കടങ്കിൽ വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഇസ്ലാം നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ നിയമം അനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവനക്ക് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാകില്ല, അവൻ ആക്രമിക്കപ്പെടില്ല, അരാജകത്വത്തിലേക്ക് അവൻ പോകില്ല, അവൻ പൂർണ്ണ സുരക്ഷിതനായിരിക്കും. എന്താണ് സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ? സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് സ്വസ്ഥമായ രീതിയിൽ ജീവിക്കുന്നതിന് പുറമെ ശരിയായ രീതിയിൽ ജീവിക്കലാണ് സ്വാതന്ത്ര്യമെന്ന് പറയുന്നത്. ഒരു മീൻ വെള്ളത്തിൽ താമസിക്കലാണ് സ്വാതന്ത്ര്യമെന്ന് പറയുന്നത്. എന്നാൽ ഈ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വരുന്നത് അത് സ്വാതന്ത്ര്യത്തിന് എതിരാണ്, അത് സ്വാതന്ത്ര്യമല്ല. ഇതുപോലെയാണ് മനുഷ്യനുമെന്ന് പറയുന്നത്. ദൈവികമായ മൂല്യങ്ങളുടെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ട് സുരക്ഷിതനാകുന്നത്. അഥവാ തന്നെ പടച്ച, ലോകം പടച്ച, എല്ലാം പടച്ചു തന്ന ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനെ അംഗീകരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ട് സുരക്ഷിതനാകുന്നത്.
ഇത് തന്നെയാണ് ഇസ്ലാം നൽകുന്നത്, ഇത് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമെന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണ സുരക്ഷിതനാകുന്നത്? പട്ടാളവും പോലീസും ഇപ്പോൾ എല്ലാ നാല് ഭാഗത്തും തോക്കും പിടിച്ച് നിൽക്കുമ്പോഴല്ല ഒരു മനുഷ്യൻ സുരക്ഷിതനാകുന്നത്. മറിച്ച് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു പോലീസ് ഉടലെടുക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ സുരക്ഷിതനാകുന്നത്. ഏതാണ് ആ പോലീസ്? തഖ്വ എന്ന് പറയുന്ന പോലീസ് നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ, ആശയം നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ, അവിടെയാണ് ആ മനുഷ്യൻ സുരക്ഷിതനാകുന്നത്, അവൻ സ്വതന്ത്രനാകുന്നത്. എന്തെന്ന് വെച്ചാൽ അവിടെ ആശയങ്ങളുണ്ട്, എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് എന്നുള്ള പാത അവനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൂടെ മാത്രമേ അവൻ സഞ്ചരിക്കുകയുള്ളൂ. നമ്മുടെ നേതാവ്, ലോകത്തിൻ്റെ നേതാവ്, ലോകം കാണിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തൻ്റെ കയ്യിൽ, അവൻ്റെ കയ്യിൽ നിന്ന് നാക്കുകൊണ്ട് മറ്റൊരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ അവനിക്കാണ് മുസ്ലിം എന്ന് പറയുന്നത്. ആക്രമിക്കാൻ ഒരിക്കലും ഇസ്ലാം അനുവാദം കൊടുക്കുന്നില്ല. അപ്പം എൻ്റെ സ്വാതന്ത്ര്യം കൊണ്ട് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, വസ്ത്രമില്ലാതെ ജീവിക്കുന്നത്, അഭിമാനമായി കണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് ഒന്നിന് പിറകെ ഒന്നായിട്ട് പല ഭാഗങ്ങളിൽ നിന്നും ഇസ്ലാമിനെതിരെ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എവിടെയാണ് ഇസ്ലാമിൻ്റെ സ്വാതന്ത്ര്യം? മുസ്ലിമീങ്ങൾ ഇസ്ലാം ഹനിക്കപ്പെട്ടിട്ടുള്ളത് എവിടെയുമില്ല. എന്തെന്ന് വെച്ചാൽ അവർ പറയുന്നത് സ്ത്രീകളെ കായിക മേഖലകളിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന വാദമാണ്. ഇസ്ലാം ഒരിക്കലും ആരോഗ്യ സംരക്ഷണത്തിന് സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ്. എവിടെയാണ് ഇസ്ലാം പ്രാധാന്യം നൽകാത്തത്? ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ചട്ടക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന മതവിശ്വാസിയായ ഒരു വിശ്വാസിയോട് ചോദിക്കട്ടെ, അവനിക്കിത് പൂർണ്ണ സുരക്ഷിതത്വമായിരിക്കും. അവൻ പീഡിപ്പിക്കപ്പെടുന്നില്ല, അവൻ ആക്രമിക്കപ്പെടുന്നില്ല. അവൻ്റെ എല്ലാം ദൈവത്തിനോട് അഥവാ തന്നെ പടച്ച അല്ലാഹുവുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി പൂർണ്ണമായ സുരക്ഷിതത്വമാണ് ഒരു മനുഷ്യന് നൽകുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മതമില്ലാതെ, ദൈവമില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടം, തൻ്റെ ഭൂമിയാണ് സ്വർഗമെന്നവർ പറയുന്നുണ്ട്. ആ സ്വർഗമെന്ന് പറയുന്ന ഈ സമുദായത്തിൽ അനുഭവപ്പെടുന്നത് ലോകരാഷ്ട്രസഭ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ചുകൊണ്ട് ഏറ്റവും വലിയ കൊലപാതകം നടക്കുന്നത് ഈ സ്ഥലങ്ങളിലാണ്, ഈ ഇടങ്ങളിലാണ്. എന്തെന്ന് വെച്ചാൽ തന്നെ നോക്കാൻ, തന്നെ ശുശ്രൂഷിക്കാൻ ആരുമില്ല. യുക്തിവാദികളുടെ വാദമനുസരിച്ചുകൊണ്ട് മനുഷ്യൻ അനാഥാലയങ്ങളിലാണ്. എന്തെന്ന് വെച്ചാൽ ആരും പരിപാലിക്കാനില്ല, ആരും ശ്രദ്ധിക്കാനില്ല. ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ സ്വസ്ഥമായ രീതിയിൽ തൻ്റെ ചോയ്സ് അനുസരിച്ചുകൊണ്ട് തനിക്കെന്താണോ ശരീരത്തിന് തോന്നിയത് അതനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് യുക്തിവാദികൾ, മതനിരീക്ഷരവാദികൾ ഇന്ന് കൊണ്ടുവരുന്നത്. ജപ്പാന്, അതുപോലെ തന്നെ ദക്ഷിണ കൊറിയ സാമ്പത്തികമായി വളരെ മുൻതൂക്കമുക്കുന്ന സ്ഥലമാണ് എങ്കിൽ അവിടെ സമാധാനം തീരെയില്ലാത്ത സ്ഥലമാണ്. എന്തെന്ന് വെച്ചാൽ അവിടെ തൻ്റെ ആശയങ്ങൾ, തൻ്റെ പ്രയാസങ്ങൾ, തൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ അതാരുടെ മുമ്പിൽ ഇറക്കി വെക്കും, അതെവിടെ പറയും, അത് എങ്ങനെയാണ് അതിൻ്റെ പരിഹാരം കാണുക എന്നുള്ള മാർഗം അറിയാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരവസരമാണുള്ളത്. ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം മുസ്ലിമീങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പരിഗണന നൽകിയിട്ടുള്ളത്. തനിക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, തനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഇറക്കി വെക്കാനുള്ള ഒരു ഇടമെന്ന് പറയുന്നത് അത് അല്ലാഹുവുണ്ട്. അവൻ്റെ മുമ്പിൽ ഇറക്കി വെക്കുമ്പോൾ അത് മനുഷ്യർക്ക് വലിയൊരു സുരക്ഷിതത്വമാണ്, വലിയൊരു സ്വാതന്ത്ര്യമാണ് നൽകുന്നത്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഅദിന്റെ 28-ാമത്തെ ആയത്തിൽ നമ്മോട് പറയുന്നുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ലോകം പടച്ച, എല്ലാം പടച്ച റബ്ബിനെ നീ സൂക്ഷിക്കണം, റബ്ബിനെ ഓർക്കല്ല നീ അധികരിപ്പിക്കണം. അങ്ങനെ അധികരിപ്പിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ വലിയ സുരക്ഷിതത്വം വരും, നമുക്ക് വലിയ ഭാവി നൽകും. അതാണ് വലിയ സ്വാതന്ത്ര്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മതമെന്ന് പറയുന്നത് നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു ചെങ്ങലയല്ല, മറിച്ച് വീഴാതെ, അപകടങ്ങളിലേക്ക് വീഴാതെ, അക്രമങ്ങളിലേക്ക് വീഴാതെ, ഇരുട്ടിലേക്ക് വീഴാതെ, അഥവാ ഇരുട്ടിൽ മുങ്ങിക്കുളിച്ചിരുന്നൊരു സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവിൻ്റെ പേര് മുഹമ്മദ് എന്നുള്ളതാണ്. സ്ത്രീകൾ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ സ്ത്രീകളെ കുടിച്ചു മൂടിയിരുന്ന മക്കയിലൂടെ മദീനയിൽ നിന്ന് സ്ത്രീകൾക്ക് സമുദായത്തിന് സ്ഥാനമുണ്ടെന്ന് കാണിച്ചു കൊടുത്ത് സ്ത്രീ സമുദായത്തിന് ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്ത നേതാവിൻ്റെ പേര് മുഹമ്മദ് എന്നുള്ളതാണ്. ആ നേതാവ് ജീവിക്കുന്നത് മതത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാതെ മറ്റൊരു മതത്തെ ആരെങ്കിലും മതമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ അവനിൽ നിന്ന് ആ മതം സ്വീകരിക്കപ്പെടുകയില്ല, മാത്രമല്ല അവനിൽ ആ മതത്തെ തള്ളപ്പെടുകയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ഹക്കായ
മഹത്തായ മതം അത് ഇസ്ലാമാണ്. ആ ഇസ്ലാം പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്, പൂർണ്ണമായിട്ട് സുരക്ഷിതത്വം നൽകുന്നുണ്ട് എന്ന് ഓരോ മതവിശ്വാസിയും നമ്മുടെ ഹൃദയത്തിൽ തറച്ചു വെച്ചാൽ മറ്റു മതങ്ങളിലേക്ക് പോകേണ്ട ഒരവസരം നമുക്ക് വരില്ല, സമുദായത്തിൽ ഒറ്റപ്പെടേണ്ട ഒരവസരം നമുക്ക് വരില്ല. അതുകൊണ്ട് മരണം വരെ ഈ മതത്തിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് തിരിശിലയിടുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.